ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ആ ക്യാൻറ്റീനിൽ ഫൈബർ ഫുഡ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ആശുപത്രി ഇന്ന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുക്കളയാണ് ഏറ്റവും വലിയ ആശുപത്രി. ഒരു വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് അടുക്കള വേണം, പിന്നെ വിസിറ്റിംഗ് റൂം വേണം. അത് ഡൈനിങ് റൂമും വിസിറ്റിംഗ് റൂമും ഒന്നിച്ചാക്കി, ഫാഷൻ കൂടിയപ്പോൾ. പിന്നെ ബാത്റൂം വേണം. ബാത്റൂം മിക്കവാറും ഗുഹ പോലെ ആയിരിക്കും, അതിൻ്റെ അകത്ത് കാറ്റൊന്നും കയറുമെന്ന് സംശയം. അങ്ങനെ അഥവാ ഇനി അകത്തുണ്ടാകുന്ന സാധനം പോകാനായിട്ടൊരു എക്സോസ്റ്റ് ഫാനാണ് വയ്ക്കുക. പിന്നെ ഉള്ളതാണ് ബെഡ്റൂം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് വീട്. കാർ ഷെഡ് പോലെ നമ്മുടെ വാഹനം അവിടെ കൊണ്ടുപോയി റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. രാത്രി തന്നിരിക്കുന്നത് ഉറങ്ങാനാണ്, പകൽ ജോലി ചെയ്യാനാണ്. ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കണം. രാത്രി മുഴുവനും പോയിരുന്ന് പണിയെടുത്തേച്ച് ആ രാത്രി വേണ്ടാത്തതൊക്കെ തിന്നിട്ട് പകൽ വന്ന് കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന്, ഉറക്കം കിട്ടാതിരുന്ന്, ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ തന്നെ നശിപ്പിക്കുക. അതൊരു ഓർഡറായിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടന്നുറങ്ങി അടുത്ത ദിവസം നേരം വെളുക്കുന്നത് വരെ നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കണം. നമ്മൾ എന്ത് കഴിക്കണമെന്ന് പഠിക്കണം. ഇത് ചെയ്താൽ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് 80%, 90%, 95% അമേരിക്കയിലുണ്ട് കുട്ടികളുണ്ടാകുന്നത് ഈ ജനറ്റിക് ഡിസോർഡർ. ഞാനിപ്പോൾ പറയുന്നത് മുഴുവനും ജനറ്റിക് ഡിസോർഡർ ഉണ്ടാകാതിരിക്കാൻ ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ്.